വിപിൻ, ഇപ്പോൾ അവിടെ ചികിത്സയിലുള്ളത് 2 പേരാണ്, ഈ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും. അവരുടെ പരുക്ക് ഗുരുതരമല്ല എന്ന് തന്നെയല്ലേ നമുക്ക് ലഭിച്ച വിവരം? അതെ, അതിൽ ഡ്രൈവറെ സംബന്ധിച്ച് യാതൊരു പരിക്കുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ക്ലീനർ ഉണ്ടായിരുന്നു, വർഗീസ്. ഇവർ രണ്ടുപേരും കാസർഗോഡ് സ്വദേശികളാണ്. ഈ വർഗീസിന്റെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ കാലിന് ഫ്രാക്ചർ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അത് പോലീസിന്റെ ഒരു പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഏതെങ്കിലും വിവരമുണ്ടോ ഇർഫാനിയുമായി ബന്ധപ്പെട്ട്? ആ കുട്ടിയുടെ ഇപ്പോൾ ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബോഡി ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ മൊഴിയെടുക്കുന്നത്? അതെ, പോലീസുകാർ ഉള്ളിലുണ്ട്. അവരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്ന മഹേന്ദ്ര പ്രസാദ് എന്നാണല്ലോ പറഞ്ഞത്. മഹേന്ദ്ര പ്രസാദാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് പറയുന്നു. കൂടെ വർഗീസുമുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരും വിശദമായ സ്റ്റേറ്റ്മെന്റുകൾ അവരെടുക്കുന്നുണ്ട്, ഉള്ളിലുണ്ട്. മഹേന്ദ്ര പ്രസാദിന് പരിക്കുണ്ട്. വർഗീസിനാണ് പരിക്ക്. കാലിൽ ചെറിയൊരു ഫ്രാക്ചർ ഡൗട്ട് ഉണ്ട്. അത് ഓർത്തോ ഡോക്ടേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്. മഹേന്ദ്ര പ്രസാദിന് വലിയ കാര്യമായ പരിക്കുകളൊന്നുമില്ല. അവർ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. അതെ അതെ അതെ, പോലീസിനാണ്. ഇർഫാനയുടെ മൃതദേഹം ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ മൃതദേഹം ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ മരിച്ചിരുന്നു. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വേഗം ഓസ്ട്രേലിയയിലേക്ക് മാറ്റി. താങ്ക് യു. മദർ കെയർ ആശുപത്രിയിലെ PRO ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അപ്പോൾ മഹേന്ദ്ര പ്രസാദിന് മറ്റു കാര്യമായിട്ടുള്ള യാതൊരു പരിക്കുമില്ല. അവർ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കുഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും മരിക്കുകയും ചെയ്തിരുന്നു. ബാക്കി 3 പേരും ഇപ്പോൾ ഇസാഫ് ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ആ പ്രദേശത്ത് ഈ ലോറി അപകടം ഉണ്ടായ അപ്പോൾ തന്നെ തൽക്ഷണം തന്നെ ഈ 4 കുഞ്ഞുങ്ങളും മരിച്ചിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സമയം പോലും ലഭിച്ചതുമില്ല. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അതായത് പാലക്കാട് തിരഞ്ഞെടുപ്പ് ആ ഡ്യൂട്ടിക്കിടെയായിരുന്നു അന്ന് ഒക്ടോബർ 24-ന് 5 പേരുടെ മരണത്തിനിടയാക്കിയത് ഒരു അപകടം നടന്നത്. അതും ഈ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടായിരുന്നു. അതും ഈ കല്ലടിക്കോട് ഏകദേശം ഈ ഒരു റോഡിൻ്റെയൊക്കെ സമാനമായിട്ടുള്ള പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അപകടം ഉണ്ടാകുന്നു എന്നുള്ളതും അതൊക്കെ തന്നെ ഒരു ജീവൻ കവരുന്ന അപകടമായി മാറുന്നു എന്നുള്ളതും വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊന്നും ശേഷം പക്ഷേ ഇപ്പോഴും ആ റോഡിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഈ നാട്ടുകാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വേണ്ട വിധത്തിൽ ചെവിക്കൊള്ളുന്നില്ല. അതൊരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം പറയുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് മാറുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന, വലിയ അപകട സമരം ഉണ്ടാക്കുന്നു. അതും 4 കുഞ്ഞുങ്ങളുടെ ജീവൻ കവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മദർ കെയർ ആശുപത്രിയിലേക്ക് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ വന്ന് കൂടി നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഞെട്ടൽ അവർക്കും മാറുന്നില്ല. കാരണം അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു വഴി കൂടി ഞങ്ങളുടെ പ്രദേശം തന്നെയാണ് അതൊക്കെ. കരിമ്പ എപ്പോഴും അപകടം നടക്കാറുണ്ട്. മദർ കെയർ ആശുപത്രിയിൽ നിന്നാണ് വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുന്നത്. അവിടെ നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്. ലോറിയുടെ ഡ്രൈവറും ക്ലീനറും അവിടെയാണ് ചികിത്സയിൽ കഴിയുന്നത്. തിരികെ പനയമ്പാടത്തേക്കാണ്. അവിടെ